പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ട് വഴിയിലുള്ള കല്ല് മുള്ളുകൾ തന്റെ പുറകിൽ വരുന്ന സഹോദരന്റെ കാലിൽ തട്ടുന്നതിലുപരി ആ കല്ലും മുള്ളുകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക. കൃത്യമായ ജമാഅത്തുകളിൽ പങ്കെടുത്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക. വസ്ത്രം നിര്യാണിക്ക് മുകളിൽ കൊടുത്തുകൊണ്ട് ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പ്രവാചകനെ സ്നേഹിക്കുക. ഇങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. പ്രവാചകൻ തന്നെ പറഞ്ഞു, എന്റെ സുന്നത്തിനെ ആരാണ് ഇഷ്ടപ്പെടുന്നത് അവൻ എന്നെ സ്നേഹിച്ചു മതി. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. അങ്ങനെ പ്രവാചകൻ പറയാണ്, എന്റെ സുന്നത്തിനെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ എന്നെയാണ് സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിച്ചു. എന്നെ സ്നേഹിച്ചാലോ നമുക്കറിയാലോ, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, പ്രവാചകനെ ഇത്തിബാ ചെയ്താൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ, അനുസരണ കൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചാൽ ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കഴിയാം. പക്ഷെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ചെയ്താലോ ഒരുമിച്ച് കഴിയാൻ പറ്റുമോ? ഇല്ല, രണ്ട് കാറ്റഗറി ആയി മാറിപ്പോവും. അതാണ് സംഭവിക്കുക. ഒന്നിന്റെ പിൻബലമില്ല. ഖുർആൻ പോയിട്ട് നുബാത്തിയ ഖുത്ബയിൽ പോലും എന്തില്ല, പിൻബലമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് ജനിച്ചത്, അല്ലെങ്കിൽ പിന്നെ ആ മാസത്തിൽ, ആ ദിവസത്തിൽ, കൊല്ലത്തിൽ ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വലിൽ ജനിച്ചോ, റജബിൽ ജനിച്ചോ, മുഹറത്തിൽ ജനിച്ചോ, 12-നാണോ 17-ആണോ 25-ആണോ, അങ്ങനെ മൊത്തത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവരുടെ തന്നെ മൗലിദായ ബർസഞ്ചി മൗലിദില് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താ പറയുക, ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് വിഷയത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൽ. വഫി ഷഹരിഹ, അത് മാസത്തിലുണ്ട്. വഫി യൗമിഹ, ദിവസത്തിലും ഡേറ്റിലും ഒക്കെ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ബർസഞ്ചി മൗലിദ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ തർക്കമില്ലാത്തൊരു വിഷയം, തർക്കമില്ലാത്തൊരു കാര്യം ഏതാണ്? തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്. തിങ്കളാഴ്ച നോമ്പിനെ പറ്റി സ്വഹാബത്ത് റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി എന്താ? ഞാൻ ജനിച്ച ദിവസം. പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ എന്ത് ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കും. പ്രവാചകൻ എന്താ പഠിപ്പിച്ച്? ഘോഷയാത്ര, അതുപോലെ മൗലിദ് സദസ്സുകള്, കലാപരിപാടികള്, പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത്. നബിയുടെ പേരും പറഞ്ഞ് ഉണ്ണി മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഒക്കെ പിന്നെ എഴുന്നള്ളിക്കലുണ്ടായി. പല പല ആചാരങ്ങള്, നബിയുടെ പ്രവാചകന്റെ വേഷം കെട്ടിയിട്ട്, അതായത് പിന്നെ പല കുട്ടികളെ നബിയാണ് എന്ന് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെ കുറേ ആചാരങ്ങൾ പ്രവാചകൻ പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസം. ഇപ്പോ ഇനി ഞാൻ പറയാം, അതായത് നമ്മൾ ഒരു അല്പം ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഒരാളോട് പറയാണ്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോ ആരോ ആവട്ടെ, പറയും ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ് കേട്ടോ. അപ്പൊ അവരെന്താ, അപ്പൊ ഒന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ, ഇന്ന് ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കേക്ക് മുറിക്കൽ അത്യാവശ്യം, ഇങ്ങനെയാണ് തിരിച്ച് മറുപടി ഉണ്ടാകുക ജനിച്ച ദിവസം എന്ന് പറഞ്ഞാൽ. അതായത് അവര് മനസ്സിലാക്കുന്നത് ജനിച്ച ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നതിനെ പറ്റി പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ എന്തൊക്കെ ചെയ്യുന്നത് പ്രവാചകൻ പറയണ്ടേ? എന്താ പറഞ്ഞത്? ഫുഡ് അടിക്കാനാ, നോമ്പെടുക്കാനാ പറഞ്ഞത് അല്ലേ? അപ്പൊ നോമ്പെടുത്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക, അതാ പ്രവാചക സ്നേഹം. അതാണ് പ്രവാചകൻ പറഞ്ഞത്, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ഇത് നമുക്ക് തെളിവിലേക്ക് പോകാം. അതായത് നുബാത്തിയ ഖുത്ബ, വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ ഓതപ്പെടുന്ന ഖുത്ബയാണ് നുബാത്തിയ. പലപ്പോ ഒട്ടുമിക്ക പള്ളികളിലും അത് തന്നെയാണ്. ആ നുബാത്തിയ ഖുത്ബയിൽ ഒന്നാമത്തെ ഖുത്ബ എടുക്കുക. നമുക്ക് ആ ഖുത്ബയിലെ വിഷയം അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതിലുള്ള ആയത്തുകൾ നോക്ക് നിങ്ങൾ. റബീഉൽ അവ്വലിൽ 5 ഖുത്ബ നിർവഹിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ഖുത്ബയിൽ എന്തിനാണ് വിശദീകരിക്കപ്പെടുന്നത്? ജനങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. മുളഫർ രാജാവ് തിന്നാൻ കൊടുത്തിട്ട് മൗലിദ് ഓതിച്ചിട്ട് അങ്ങനെ ഫുഡ് അടിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ, കാര്യം പഠിക്കണ്ടേ. നുബാത്തിയ ഖുത്ബയിൽ റബീഉൽ അവ്വൽ മാസം എത്തുമ്പോൾ ഇന്ന് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരുന്ന ഒരു ആയത്തുകളോ ഒരു ഹദീസുകളോ നുബാത്തിയ ഖുത്ബയിലില്ല. റബീഉൽ അവ്വലിന് പിന്നെ മിമ്പറിൽ പ്രവാചകന്റെ ജനനം പറയണ്ടേ, അല്ലെങ്കിൽ മൗലിദ് ഓതുന്ന കാര്യം ജനങ്ങളോട് പറയണമല്ലോ. അതൊന്നും ഈ വിഷയത്തിലില്ല. മദ്ഹ് ഉണ്ടോ? മദ്ഹ് പറഞ്ഞിട്ട് പുതപ്പ് കൊടുത്ത കഥ ഉണ്ടോ? അതേ രൂപത്തിൽ തന്നെ ഇന്ന് നബിദിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഈ നുബാത്തിയിലുണ്ടോ? ഒരായത്ത് ഉണ്ടോ? ഇല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ഉണ്ടോ? അത് ഖുർആൻ പഠിപ്പിച്ചതല്ലേ, അത് ഖുർആൻ പറഞ്ഞതാണല്ലോ. അതുണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. നോക്കാം നമുക്ക് ഒന്നാമത്തെ ഖുത്ബയിലുള്ള ആയത്ത് ഏതാണ്. ഒന്നാമത്തെ ഖുത്ബ, ഇത് ആയത്ത് കേട്ടിട്ട് നിങ്ങൾ ആലോചിക്കണം. ലോകത്ത് ഇന്നേ വരെ ഒരൊറ്റ മുസ്ലിയാക്കന്മാര് എന്ത് ചെയ്തിട്ടില്ല, ഈ ആയത്തിന് നബി എന്ത് തെളിവാന്ന് പറഞ്ഞിട്ടില്ല. റബീഉൽ അവ്വൽ ഒന്നാമത്തെ ഖുത്ബയിലാണ് കേട്ടോ. മാസം തുറന്നു, ഇവിടെ താഴെ പോത്ത് വാങ്ങല്, ചട്ടി വാങ്ങല്, ഘോഷയാത്ര, അലങ്കാരങ്ങൾ, അത്യാധികാരങ്ങളൊക്കെ. പാവപ്പെട്ട ജനങ്ങൾ വിചാരിക്കുന്നറിയോ, ഓ ഈ ഖുത്ബയില് നബിയുടെ ജന്മദിനം ആഘോഷിക്കണം എന്നാണ് പറയുന്നത് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ താഴെ പറയുന്ന വിഷയം വേറെ, മുകളിൽ പറയുന്ന വിഷയം വേറെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഖുത്ബയിൽ ആയത്ത് നോക്കാം നമുക്ക്. എന്താണ് ഒന്നാമത്തെ ഖുത്ബയിൽ ആയത്ത്? വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്
വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കേട്ടില്ലേ? ഇത് നബിദിനത്തിന് തെളിവാണോ? കുല്ലു നഫ്സിൻ ദായിഖ എന്ന് പറഞ്ഞത് നബിദിനത്തിന് തെളിവാ? അല്ല. ഇത് ഒന്നാമത്തെ ഖുത്ബയിലാണ് കേട്ടോ. സൂറത്തുൽ അംബിയയിലെ 34-35 വചനമാണ് ഇപ്പൊ ഞാൻ ഓതിയത് ഒന്നാമത്തെ ഖുത്ബയിലായത്. ഇനി രണ്ടാമത്തെ ഖുത്ബ, അതാണ് രണ്ടാമത്തെ ഖുത്ബയിലാണല്ലോ നബിദിനം നടക്കുന്നത്, രണ്ടാമത്തെ ആഴ്ച റബീഉൽ അവ്വലിന്റെ. ആ രണ്ടാമത്തെ ഖുത്ബയിൽ പറയുന്നത് കേട്ടോ നിങ്ങൾ, എന്താ പറയുന്നറിയോ? എന്നാ പിന്നെ താഴെ ഇരിക്കുന്ന മുസ്ലിയാക്കം, ആ താഴെ പൊതുജനങ്ങൾ ചോദിക്കട്ടെ, മൊയ്ലിയാരെ താഴെ പറയുന്നത് ഒമാ അർസൽനാക ചൊല്ലി ഇല്ലേ, അതേപോലെ മദ്ഹ് പിന്നെ പറഞ്ഞപ്പോ പുതപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു, അതേപോലെ സ്വർഗം ചോദിച്ച കഥ, ഇങ്ങനെ കുറെ കാര്യം താഴെ പറഞ്ഞില്ലേ? ഇതൊന്നും ഈ ഖുത്ബയിൽ പറയണില്ലല്ലോ ഒരായത്തും. ഇന്ന് ജനങ്ങൾ ചോദിക്കണില്ല. കാരണം എന്താ? ഇത് അതാണ് അർത്ഥം പറയാൻ പാടില്ല, അർത്ഥം പറഞ്ഞ ജനങ്ങൾക്ക് കാര്യം പിന്നെ പിടുത്തം കിട്ടും. രണ്ടാമത്തെ ആയത്ത് നോക്കി, രണ്ടാമത്തെ ഖുത്ബ റബീഉൽ അവ്വൽ നബിദിനം ആഘോഷിക്കപ്പെടുന്ന ഈ ആഴ്ചയിൽ ചൊല്ലുന്ന ഖുത്ബ. ആയത്ത് നോക്ക്, ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. കണ്ടോ ആയത്ത്? കേട്ടില്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ജനങ്ങളെ മനസ്സിലാക്കണം. ജനനല്ല, അടിയിൽ ജനന, മുകളിൽ മരണം. ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണില്ല മരണത്തിനെ പറ്റിയ രണ്ടാമത്തെ ഖുത്ബ. ഇത് നബിദിന തെളിവാണോ? ഇന്നക മയ്യിത്തുൻ എന്ന് പറഞ്ഞത് തെളിവാ നബിദിനത്തിന്? അല്ലല്ലോ. രണ്ടാമത്തെ ഖുത്ബ. ഇനി മൂന്നാമത്തെ ഖുത്ബ നോക്ക് നിങ്ങൾ. അതിലേതാണെന്നറിയോ ആയത്ത്? നബിദിനുമായി ബന്ധപ്പെട്ട ആയത്തല്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ആലോചിച്ച് നോക്ക്. ഇത് തെളിവാണോ? ഇത് മൂന്നാമത്തെ ഖുത്ബയാണ് കേട്ടോ, അതിലത്തെ ആയത്താണ്. ഇനി നമുക്ക് നാലാമത്തെ ഖുത്ബ, സൂറത്തു തകാസുർ, അൽഹാകുമു തകാസുർ ഹത്താ സുർതുൽ മഖാബിർ. നബിദിനത്തിന് തെളിവാണോ? നാലാമത്തെ ഖുത്ബയിൽ. അഞ്ചാമത്തെ ഖുത്ബ നോക്ക്. അതിലേതായത്ത്? ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. സൂറത്തുൽ മുഅ്മിനൂൻ 101 മുതൽ 104 വരെയുള്ള ആയത്തുകൾ. നുബാത്തിയ ഖുത്ബയുടെ പിൻബലം പോലും ഇല്ല ഈ വിഷയത്തില്. എന്നിട്ട് വേണ്ട പിന്നെ ഖുർആന്റെ പിൻബലം ഒന്നുമില്ല. ഖുർആൻ നുബാത്തിയുടെ ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്തറിയോ, ഞാൻ വിശദീകരിക്കുന്നത് താഴെ പിന്നെ തറപ്രസംഗം. ഈ താഴെ തറപ്രസംഗത്തില് മുസ്ലിയർ പലതും പറയും. അതായത് നബിദിനാണ്, ഘോഷയാത്ര, പോത്തിറക്കല്, ആട് വാങ്ങല്, അങ്ങനെ ആകെ ബഹളായിരിക്കുമല്ലോ. അവിടെയാണ് മദ്ഹ്, പിന്നെ പ്രവാചകൻ മദ്ഹ് പറഞ്ഞപ്പോ കഴുത്തിലെ പുതപ്പെടുത്തു, കൈമടക്കായിട്ട് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ നബിയെ താങ്കളെ പിന്നെ ആകാശം ഭൂമിയൊക്കെ പടക്കുന്നതിന് മുമ്പ് താങ്കളുടെ പ്രകാശമാണ് പടച്ചത്. നബിയെ പടക്കുമായിരുന്നില്ലെങ്കിൽ ലോകമൊന്നും സൃഷ്ടിക്കുമായിരുന്നില്ല. അതേ രൂപത്തിൽ തന്നെ ഖദീജ ബീവിയുടെ പിന്നെ കൂട്ടുകാരികൾക്ക് മാംസം കൊണ്ട് കൊടുത്ത കാര്യം, ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുക. അവിടെ താഴെ റഹ്മത്തുൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അങ്ങനെ കംപ്ലീറ്റ്. അപ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇത് തറപ്രസംഗം കഴിഞ്ഞിട്ട് മിമ്പറിലേക്ക് കയറിയിട്ട് ഇതങ്ങോട്ട് നിർത്തി വായിക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്താ അറിയോ, ഓ ഈ കാര്യങ്ങളായിരിക്കട്ടോ ഇതിൽ പറഞ്ഞത് എന്നാണ് എന്ത് ചെയ്യുക ജനങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ നുബാത്തിയ ഖുത്ബയുടെ പിൻബലമില്ല. ഇനി നമുക്ക് മുദഫർ രാജാവിന്റെ വിഷയത്തിലേക്ക് പോകാം. അപ്പൊ മുദഫർ രാജാവിന് പിന്നെ ഈ മൗലിദ് എഴുതി കൊടുത്ത ആളാരാണെന്ന് തഴവ പറയാണ്. ആരാണ് എഴുതിയെന്നറിയോ? ശൈഖ് ഇബ്നു ദഹിയത്ത് മൗലിദൊന്നു രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി. ഇബ്നു ദഹിയത്ത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മൗലിദൊക്കെ ഉണ്ടാക്കി എന്നിട്ട് രാജാവിന് സമർപ്പിക്കുക. അപ്പൊ രാജാവ് ഇത് കേട്ടത്, ഏത് രാജാവ്? നമ്മുടെ മുദഫർ രാജാവ്. നേരത്തെ പറഞ്ഞ മുദഫർ എന്ന് പറഞ്ഞ താബിയൊന്നും അല്ല, പ്രവാചകനെ വലിയോ അല്ലെങ്കിൽ പിന്നെ ഒരു മഹാനും അല്ല, ഒരു സഹാബിയല്ല. ആ മുദഫർ രാജാവ് വലിയ സന്തോഷം. ആര്? ദഹിയത്ത് ഉണ്ടാക്കിയ ഈ മൗലിദിന് വളരെ സന്തോഷമായി. അത് കണ്ടപ്പോ എന്ത് ചെയ്തു? സമ്മാനമായി 1000 നൽകുന്നതായി അത് ഉണ്ടാക്കി 1000 പൊന്നങ്ങോട് കൊടുത്തു. എന്നിട്ടോ മൗലിദ് കഴിക്കുന്നന്ന് അടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും 10,000 കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം. അന്ന് ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത്. കോഴി 10,000, അട ഉണ്ടാക്കിയത് 5,000, അതോടൊപ്പം തന്നെ പാത്രങ്ങൾ 1,30,000 പാത്രത്തിൽ പല വ്യത്യസ്തമായ അലുവകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടോ ഉലമാക്കൾ അനവധി ഹാജറുണ്ട് അതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. ഇഷ്ടംപോലെ സൂഫികളൊക്കെ വന്നു. വരുമല്ലോ, കാരണം ഇത് അവരുടെ ഫുഡ് അടിക്കുന്ന സാധനമാണ്. അപ്പൊ അത് വരും. എന്നിട്ടോ ഇവർ പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും. പല സമ്മാനമൊക്കെ കൊടുത്ത് കൈമടക്ക് കൊടുത്ത് ഇങ്ങനെ വിടും. ഇങ്ങനെ ഒരു ആചാരം ആരുണ്ടാക്കി? മുദഫർ രാജാവ്. അവിടെ നിങ്ങൾ തുടങ്ങിയതാണ്, മുസ്ലിയാക്കന്മാർ തിന്നാൻ തുടങ്ങിയതാണ്. തിന്നോട്ടെ, അത് ഹലാലായ രൂപത്തിൽ ഭക്ഷണം കഴിക്കാമല്ലോ. പ്രവാചകനമില്ലാത്ത നുണ പറഞ്ഞിട്ട് സലഫ് സ്വാലിഹീങ്ങൾക്ക് പോലും പരിചയമല്ല. അവർക്ക് നബിയോട് സ്നേഹമല്ലേ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നബിയോട് സ്നേഹമില്ലാത്തവരാണോ? പ്രവാചകന്റെ വഫാത്ത് കേട്ടിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തല കളയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന് സ്നേഹമല്ലേ? അപ്പൊ അവരിപ്പോ ആഘോഷിച്ചിട്ടല്ല, ചര്യ പിൻപറ്റിയിട്ടാണ് പ്രവാചകൻ സ്നേഹിക്കുന്നത്. പ്രവാചകന്റെ ചര്യ പിൻപറ്റിക്കൊണ്ടാണ്.